നമസ്കാരം. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. 1511 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് പോലീസ്. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. തെക്കൻ ഗാസയിൽ ഇസ്രയേൽ സേന പിന്മാറ്റം. കേരളം ചുട്ടുപൊള്ളുന്നു, വരുമോ ഹീറ്റ് വേവ് അലർട്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. 1511 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് പോലീസ്. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 1511 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച പോലീസ്. ഓൺലൈൻ തട്ടിപ്പ് പിടിക്കപ്പെടുന്നത് തടയാൻ തട്ടിപ്പു സംഘങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. തട്ടിപ്പു സംഘങ്ങൾക്ക് വാടകയ്ക്ക് തങ്ങളുടെ അക്കൗണ്ടുകൾ നൽകിയ 50 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വർഷം മാർച്ച് അവസാനം വരെ തട്ടിപ്പു നടത്തിയ 1730 സിം കാർഡുകൾ ബ്ലോക്ക് ചെയ്തു. 2128 IMEI നമ്പറുകളും മരവിപ്പിച്ചു. മലയാളികൾക്ക് 148 കോടി രൂപയാണ് ഈ വർഷം തട്ടിപ്പുകളിലൂടെ നഷ്ടമായതെന്നാണ് കണക്ക്. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. സംസ്ഥാനത്ത് ആദ്യമായി പ്രതിദിന വൈദ്യുതി ഉപയോഗം 11 കോടി യൂണിറ്റ് കടന്നു. പീക്ക് ടൈമിലെ വൈദ്യുതി ഉപയോഗവും സർവകാല റെക്കോർഡിൽ എത്തി. ഏപ്രിൽ മാസം ആരംഭിച്ചതു മുതൽ ചൂട് അസഹനീയമായതോടെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ്. പീക്ക് ടൈമിലെ വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി ഉയരുന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. ഒരേ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ രാത്രി ചാർജ് ചെയ്യുന്നതാണ് പ്രധാന വെല്ലുവിളി. ഇതുമൂലം ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുകയും ഫ്യൂസ് പോകുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത്തരം പ്രദേശങ്ങൾ ഇരുട്ടിലാകുന്ന സാഹചര്യവും വർദ്ധിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് രാത്രി 12-ന് ശേഷമോ പകലോ ക്രമീകരിക്കാനാണ് നിർദ്ദേശം. വൈദ്യുതി ഉപയോഗത്തിൽ ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താനും KEB ആവശ്യപ്പെട്ടു. തെക്കൻ ഗാസയിൽ ഇസ്രയേൽ സേന പിന്മാറ്റം. തെക്കൻ ഗാസയിൽ നിന്ന് സേനയെ വൻതോതിൽ പിൻവലിച്ച് ഇസ്രയേൽ. ഖാൻ യൂനിസിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുന്നുണ്ട്. സേനയുടെ നഹാൽ ബ്രിഗേഡ് മാത്രം തുടരും. പിന്മാറ്റ കാരണം ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടില്ല. വെടിനിർത്തലിലും ബന്ദിമോചനവും ലക്ഷ്യമിട്ട് കെയ്റോയിൽ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രയേലിന് അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമെന്നാണെന്നാണ് വിലയിരുത്തൽ. ഖാൻ യൂനിസിൽ നിന്ന് സൈനികർ ഒഴിഞ്ഞതിലൂടെ പലായനം ചെയ്ത പാലസ്തീൻകാർ തിരികെ എത്തിത്തുടങ്ങി. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കുമിടയിൽ സ്വന്തം വീട് തെരഞ്ഞ് അവർ നടന്നു. കേരളം ചുട്ടുപൊള്ളുന്നു, വരുമോ ഹീറ്റ് വേവ് അലർട്ട്. സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. 2016 ശേഷം ഏറ്റവും ഉയർന്ന താപനിലയാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. കേരളത്തിൽ സാധാരണയിലും ഉയർന്ന താപനില അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ഇതുവരെ സംസ്ഥാനത്ത് ഹീറ്റ് വേവ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കർണാടക, തമിഴ്നാട് അതിർത്തികളായ കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, കൊല്ലം ജില്ലകളിൽ കടുത്ത ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച പാലക്കാട് 41.5 ഡിഗ്രി സെൽഷ്യസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. 2016 ശേഷം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും ഉയർന്ന താപനിലയായിരുന്നു ഇത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർച്ചയായി 40 ഡിഗ്രി സെൽഷ്യസിനു മുകളിൽ താപനില രേഖപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ അവസ്ഥ അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. 1511 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് പോലീസ്. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. തെക്കൻ ഗാസയിൽ ഇസ്രയേൽ സേന പിന്മാറ്റം. കേരളം ചുട്ടുപൊള്ളുന്നു, വരുമോ ഹീറ്റ് വേവ് അലർട്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ അറിവിന്റെ ലോക പരിപാടിയിൽ അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ച് കേൾക്കാം. അവതരണം ദൃശ്യാദീപു.
അച്ചടിയെ വിപ്ലവകരമായ ജർമ്മൻ പ്രിന്ററാണ് ജോഹന്നാസ് ഗുട്ടൻബർഗ്. ലോഹ അച്ചുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അച്ചടി കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണ്. ലോകത്തെ മാറ്റിമറിച്ച കണ്ടെത്തലായിരുന്നു അത്. ചൈനക്കാർ മര അച്ചുകൾ കൊണ്ട് അച്ചടി നടത്തിയിരുന്നുവെങ്കിലും ഗുട്ടൻബർഗിന്റെ സങ്കേതത്തിലൂടെയാണ് അച്ചടി ലോകവ്യാപകമായത്. കൊല്ലൻ, സ്വർണ്ണപ്പണിക്കാരൻ, പ്രിന്റർ, പ്രസാധകൻ എന്നീ നിലകളിൽ ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് യൂറോപ്പിൽ അച്ചടി കൊണ്ടുവന്നത്. അത് പ്രിന്റിംഗ് വിപ്ലവത്തിന് വഴിതെളിച്ചു. ഇതാണ് ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന സംഭവ വികാസം എന്ന് കണക്കാക്കപ്പെടുന്നത്. അറിവിനെ ആസ്പദമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് അറിവിന്റെ ജനാധിപത്യവൽക്കരണത്തിന് അടിസ്ഥാന ശിലയത് അച്ചടി തന്നെ. യൂറോപ്പിൽ ഗുട്ടൻബർഗിന്റെ കണ്ടുപിടുത്തത്തിന് മുൻപ് പുസ്തകങ്ങൾ കൈകൊണ്ട് എഴുതിയായിരുന്നു തയ്യാറാക്കിയിരുന്നത്. ചിലപ്പോൾ മരത്തിൽ കൊത്തിയെടുത്ത അച്ചുകൾ ഉപയോഗിച്ച് പുസ്തക പ്രസ്ഥാന രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് ഈ കണ്ടുപിടുത്തം കാരണമുണ്ടായത്. ഈ സാങ്കേതിക വിദ്യ യൂറോപ്പിലാകമാനം അതിവേഗം പടർന്നു. പിന്നീട് അത് ലോകമാസകലം വ്യാപിക്കുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 139-ാമതാഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 8ാം ക്ലാസ് C ഡിവിഷനിലെ യുവിക H ബിജോയ്. യുവിക H ബിജോയ്ക്ക് ശിവഗിരി HSFMന്റെ അഭിനന്ദനങ്ങൾ. 139-ാമതാഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: പ്രവർത്തന സജ്ജമായ ഉഷ്ണജലധാരകളിൽ ഏറ്റവും വലിപ്പമുള്ളത് ഏത്? ഉത്തരം ഓൾഡ് ഫെയ്ത്ത്ഫുൾ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: ലോഹ അച്ചുകൾ ഉപയോഗിച്ചുള്ള അച്ചടി കണ്ടുപിടിച്ചതാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.